എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചീരയും പരിപ്പും കൂടെ ഒന്ന് കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുമന്ന ചീരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചുമന്ന ചീര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പച്ചച്ചീര ഉണ്ട് നിങ്ങളുടെ കയ്യിലെങ്കിൽ ആ പച്ചച്ചീര വെച്ചിട്ടാണെങ്കിലും പരിപ്പ് കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് ചീരയൊക്കെ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് പരിപ്പൊന്നിട്ട് കൊടുക്കാം. പരിപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളകും കൂടെ ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. ഒരുപാട് അരപ്പൊന്നുമില്ല, ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പരിപ്പിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് അത് അവിടെ നിന്ന് വേകട്ടെ. ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കൊത്തി അരിഞ്ഞ തണ്ടൊക്കെ ഇല്ലേ, തൊണ്ടൊക്കെ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതിയേ. നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ കൊത്തി അരിയത്തില്ലേ, അതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ബാക്കി ഇല വരുമ്പോഴത്തേനും ചെറുതായിട്ട് പൊടിയായിട്ടങ്ങ് അരിഞ്ഞെടുക്കുക. ഒരുപാടങ്ങ് ചെറുതാക്കണ്ട, എങ്കിലും ഒന്ന് പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ചീരയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ആ പരിപ്പൊക്കെ വെന്തോന്നൊന്ന് മൂടി മാറ്റിയിട്ട് നോക്കാം. പരിപ്പൊക്കെ വെന്തിരിക്കുകയാണ്. ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു വേവൊക്കെ ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം, ഒന്ന് വേകട്ടെ. വെന്തതിന് ശേഷം നമുക്ക് മൂടിയൊക്കെ മാറ്റി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില്ലേ, ആ ചീരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചീര ഒരുപാടുണ്ട് കേട്ടോ. അത് ഒന്ന് ആവി കയറുമ്പോഴത്തേനും അതങ്ങ് താന്നു പോകും. ചീരയും പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും ജീരകവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ തേങ്ങായോ അങ്ങനെയുള്ള അരപ്പുകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ചീരയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരട്ടെ. ചീരയൊക്കെ വെന്ത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കിനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്കിനൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് 2-3 വറ്റൽമുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആ ചെറിയ ഉള്ളി, ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് മൂപ്പിച്ച് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ കറിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഏറ്റവും ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. തേങ്ങയും ഒന്നും വേണ്ട, തേങ്ങ അരയ്ക്കാത്ത ഒരു എളുപ്പക്കറിയാണ്. പരിപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ചച്ചീരയോ ചുവന്ന ചീരയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് വേഗം ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.